നമസ്കാരം, ശിവടീച്ചറിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് BA BSc തേർഡ് സെമസ്റ്ററിലെ പാഠപുസ്തകമായ ഭാഷാവബോധവും സർഗാത്മകത എന്ന പുസ്തകത്തിലെ വിവർത്തനം എന്ന പാഠമാണ്. വിവർത്തനം എന്ന പാഠം എഴുതിയിരിക്കുന്നത് ശ്രീ കടാങ്കോട് പ്രഭാകരൻ സാറാണ്. സ്റ്റേറ്റ് റിസോഴ്സ് സെൻറ്ററിൽ റിസർച്ച് അസോസിയേറ്റായും കേരള സാഹിത്യ അക്കാദമിയിൽ സബ് എഡിറ്ററായും പബ്ലിക്കേഷൻ ഓഫീസർ എന്നീ തസ്തികകളിലും ജോലി ചെയ്ത വിരമിച്ച മാന്യദേഹമാണ്. അദ്ദേഹത്തിൻ്റെ വിവർത്തനം എന്ന ലേഖനത്തിലേക്ക് നമുക്ക് കടക്കാം. മനുഷ്യന് പ്രകൃതി നൽകിയ വരദാനമാണ്, സമ്മാനമാണ് ഭാഷ. ആശയപ്രകാശനമാണ് ഭാഷയുടെ ലക്ഷ്യം. നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മനുഷ്യന് ആശയവിനിമയത്തിനായി പ്രകൃതി നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് ഭാഷ. നമ്മുടെ മാതൃഭാഷ ഏതാണ്? മലയാളമാണ്. അത് ശക്തവും സമ്പന്നവുമാണ്. മലയാള ഭാഷയും അതിൻ്റെ ഒപ്പമുള്ള അതിൻ്റെ സാഹിത്യവും. അപ്പം നമുക്കറിയാം, നേരത്തെ മുതലുള്ള ഒരുപാട് പ്രതിഭാധനരായ കവികളും സാഹിത്യകാരന്മാരും കൂടെ അവരുടെ സൃഷ്ടികളാൽ സമ്പന്നമാക്കിയാണ് നമ്മുടെ മാതൃഭാഷയെ തീർത്തിരിക്കുന്നത്. അപ്പം മാത്രമല്ല, ഇന്നും ധാരാളം കൃതികൾ നമ്മുടെ ഭാഷയ്ക്ക് സമ്മാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു കാര്യം, നമ്മുടെ നിരൂപകർ പറയുന്നത് നമ്മുടെ ഭാഷ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. നിമിഷം വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വളർച്ചയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം ഒക്കെ വളരുന്ന പോലെ ഭാഷയും വളരും. അതിൻ്റെ ആരോഗ്യം നിറഞ്ഞതായിരിക്കണം ആ ഒരു വളർച്ച എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ആശയവിനിമയം ക്ഷീണമുള്ളത് ആകും. അപ്പോൾ എന്താണ് വിവർത്തനം എന്നുള്ളതാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. ഭാഷ ഇപ്പോൾ ഏത് ലോക ഭാഷയായാലും അതിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ വികാസത്തിനും ആക്കം കൂട്ടുന്ന ഒരു പ്രക്രിയ തന്നെയാണ് വിവർത്തനം. അപ്പോൾ ഏത് ഭാഷയായാലും ആ ഭാഷയിൽ വിവർത്തനങ്ങൾ ധാരാളം ഉണ്ടെങ്കിൽ ആ ഭാഷയുടെ ഉയർച്ചയാണ് അത് കാണിക്കുന്നത്. മറ്റുള്ള ലോക ഭാഷകളുമായി അല്ലെങ്കിൽ മറ്റുള്ള ഭാഷകളുമായി ഇടപഴകുമ്പോഴാണല്ലോ ഭാഷ വളരുന്നത്. മഹാകവി വള്ളത്തോളിൻ്റെ വരികൾ നമ്മൾക്ക് ശ്രദ്ധിക്കാം. മറ്റുള്ള ഭാഷയിലെ, അതായത് അന്യഭാഷാ പദങ്ങളെ പകർന്നെടുത്തല്ലയോ ഇംഗ്ലീഷുകാർ സ്വഭാഷ പരിപോഷിപ്പിക്കുന്നതും എന്ന് വള്ളത്തോൾ പറയുന്നുണ്ട്. ഭാരതീയ ഭാഷാ സാഹിത്യങ്ങളുടെ, അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം, വിവർത്തനത്തിൽ അന്യഭാഷാ കൃതികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലെ കൃതികളും വരാം. പക്ഷേ ഭാരതത്തിനകത്ത് തന്നെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ അതിലുള്ള മറ്റു ഭാഷാ പുസ്തകങ്ങൾ നമ്മൾ വിവർത്തനം ചെയ്യുന്നു. അപ്പം ഭാരതീയ ഭാഷകളുടെ തന്നെ പരസ്പരമുള്ള വിവർത്തനം രാജ്യത്തിന്റെ സാംസ്കാരികമായ ഒരുമയ്ക്ക് കാരണമാകുന്നു. അതുപോലെ വിദേശ ഭാഷകളിൽ നിന്നുള്ള വിവർത്തനങ്ങൾ നമ്മുടെ ഭാഷയെ ലോക രാജ്യങ്ങളുമായി അടുപ്പിക്കുന്നതിനും കാരണം. അപ്പൊ ഇന്നത്തെ കാലത്ത് വിവർത്തനത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ പ്രസക്തി വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. മുൻകാലങ്ങളിൽ നമ്മൾ എന്തിനാണ് വിവർത്തനം ചെയ്യുന്നത്? നമ്മുടെ അറിവ് ദാഹം ശമിപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്ന് അങ്ങനെയല്ല. വിവർത്തനം ഒരു അത്യാവശ്യമായി മാറിയിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ശാസ്ത്രം വളരെ വേഗം വളരുകയാണ്. സാഹിത്യത്തിന്റെ രൂപത്തിലും ഭാവത്തിലും മാറ്റം വരുന്നുണ്ട്. പ്രാകൃത നിലയിൽ കഴിഞ്ഞിരുന്ന ഭാഷ ഇന്ന് ഊർജ്ജസ്വലമാവുകയാണ്. ഈ 3 കാരണങ്ങൾ കൊണ്ട് വിവർത്തനത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. ഇപ്പൊ ഇവിടെ ബൈബിളിലെ ഒരു ഭാഗം ഇവിടെ പറയുന്നുണ്ട്. അതായത് ബാബേൽ ഗോപുരം നിർമ്മിക്കുന്ന സമയത്ത് അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്നും, അപ്പൊ ബാബേൽ ഗോപുരത്തിന്റെ നിർമ്മാണം ഏതാണ്ട് സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരമാണെന്ന് മനുഷ്യർ നിർമ്മിക്കാൻ ആഗ്രഹിച്ചത്. പക്ഷെ അപ്പോഴാണ് ഭാഷകൾ തമ്മിൽ ഒരു കലക്കമുണ്ടാക്കി ഈ മനുഷ്യന്റെ ധിക്കാരത്തിന് കടുത്ത ശിക്ഷ നൽകണമെന്ന് ദൈവം തീരുമാനിച്ചത്. അങ്ങനെ പല പല ഭാഷകൾ മനുഷ്യർക്കിടയിലേക്ക് ദൈവം വച്ചു കൊടുത്തതായിട്ടും ഇതിന്റെ ഫലമായിട്ട് ആശയവിനിമയം സാധ്യമല്ലാതെ ബാബേൽ ഗോപുരത്തിന്റെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നും ഒരു ബൈബിൾ കഥ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു തടസ്സം മറികടക്കുന്നതിനാണ് അത്രേ മനുഷ്യൻ വിവർത്തനത്തെ ആശ്രയിക്കുന്നത്. അപ്പൊ ഭാഷകൾ, ആശയങ്ങൾ, സംസ്കാരങ്ങൾ, സമൂഹങ്ങൾ ഇവയെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിട്ട് വിവർത്തനം പ്രവർത്തിക്കും. ഇന്ന് ലോകത്ത് 3000-ൽ പരം ഭാഷകളുണ്ടെന്നാണ് ഭാഷാശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത്. എല്ലാ ലോക ഭാഷകളുടെയും പ്രവാഹങ്ങൾ വന്നു ചേരുന്ന ഒരു സാഗരമാകട്ടെ എൻ്റെ ഭാഷ എന്ന് ഫ്രഞ്ച് കവിയായ വിക്ടർ ഹ്യൂഗോ പറഞ്ഞു. അപ്പോൾ ഓരോ ഭാഷയിലെയും വിജ്ഞാനം, അറിവ് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നെങ്കിൽ അത് എത്ര മനോഹരമാണ്. അപ്പോൾ വിവർത്തനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വില്യം കോബാൾട്ട് എന്ത് പറഞ്ഞു? ഏത് സാഹിത്യത്തിനും എത്രയും അനുപേക്ഷണീയമായ, ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രവർത്തനമാണ് വിവർത്തനം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ വിവർത്തനത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. മനുഷ്യൻ ഭാഷ ഉപയോഗിച്ചു കഴിഞ്ഞ് വളരെ കാലം കഴിഞ്ഞാണ് വിവർത്തനം ആരംഭിച്ചതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ തിയോഡോർ സാവരിയെ പോലുള്ള ഭാഷാ പണ്ഡിതന്മാർ ഈ ആശയത്തെ എതിർക്കുകയാണ്. അവർ പറയുന്നത് എന്താണ്? മൂലകൃതിയോളം തന്നെ പഴക്കം എന്തിനുമുണ്ട്? വിവർത്തനത്തിനുണ്ട്. അപ്പോൾ ആദ്യകാല കൃതികൾ എഴുതപ്പെട്ടപ്പോൾ തന്നെ വിവർത്തനത്തിനും കൂടുതൽ പ്രാധാന്യം അന്നു മുതൽ ഉണ്ടായിരുന്നു എന്നാണ് ഭാഷാശാസ്ത്രജ്ഞർ. ഇപ്പൊ ഗ്രീക്ക് ചിന്തകനായ പ്ലേറ്റോയുടെ ഒരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്.
മൂലകവി തന്നെ അനുകരണമല്ലേ നടത്തുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും വിവർത്തനത്തിന് ലിഖിത ഭാഷയോളം പഴക്കമുണ്ടെന്ന് നമുക്ക് പറയാം. അതായത് ഭാഷ എഴുതുന്ന രൂപത്തിലായത് മുതൽ വിവർത്തനവും ഇവിടെ സാധ്യമായി എന്ന് നമുക്ക് കരുതാം. ക്രിസ്തുവിന് 3000 വർഷങ്ങൾക്ക് മുമ്പ് അസീറിയ ഭരിച്ചിരുന്ന സാർഗ്രൻ ചക്രവർത്തി തന്റെ അപദാനങ്ങൾ ശാസനങ്ങളിലാണ് അദ്ദേഹം വിളംബരം ചെയ്തിരുന്നത്. അപ്പൊ അസീറിയൻ ഭാഷ സംസാരിക്കാത്ത ജനങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി അദ്ദേഹം തന്റെ ശാസനകൾ മറ്റു ഭാഷകളിലും കൂടെ വിവർത്തനം ചെയ്ത് എഴുതിയിരുന്നു എന്നാണ് അനുമാനിക്കുന്നത്. അപ്പൊ ആദ്യത്തെ വിവർത്തനമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ എടുക്കാം. അതുപോലെ ക്രിസ്തുവിന് 2100 വർഷം മുമ്പ് ബാബിലോൺ ഭരിച്ചിരുന്ന ഹമറൂബിയുടെ ശാസനങ്ങളും ഇതുപോലെ പല ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പൊ ഇതൊന്നും കണ്ടുകിട്ടിയിട്ടില്ല. കണ്ടുകിട്ടിയത് ക്രിസ്തുവിന് 2 ശതാബ്ദം മുമ്പുള്ള റോസ്റ്റ ശിലാശാസനമാണ്. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്യണം. ഏറ്റവും പഴയ വിവർത്തനമായിട്ട് കരുതുന്നത് ഈ റോസ്റ്റ ശിലാശാസനമാണ്. അപ്പൊ ആദ്യകാലത്ത് വിവർത്തനം ഏത് കൃതികളിലായിരുന്നു നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ബൈബിളിനെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വിവർത്തനം ചെയ്യാൻ തിരഞ്ഞെടുത്തത്. ഹീബ്രുവിൽ എഴുതപ്പെട്ട പഴയ നിയമം ഹീബ്രു അറിയാത്ത യഹൂദന്മാർക്ക് വേണ്ടി ഗ്രീക്ക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഇനി വൈക്ലിഫ് തയ്യാറാക്കിയ ഇംഗ്ലീഷ് വിവർത്തനം, ബൈബിളിന്റെ ഇംഗ്ലീഷ് വിവർത്തനം 1382 പുറത്തു വന്നത്. അപ്പൊ ചരിത്രത്തിന്റെ ഗതിയെ തന്നെ ഈ വിവർത്തനം സ്വാധീനിച്ചു. മാർട്ടിൻ ലൂതറിന്റെ ശിഷ്യനായ ട്രിൻസിയർ 1526 പുതിയ നിയമം ഇംഗ്ലീഷിൽ കൊണ്ടുവന്നു. അപ്പൊ ക്രിസ്തുവിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് രചിച്ചതായിട്ട് കരുതപ്പെടുന്ന ഗിൽ ഗാമേഷ് എന്ന സുമേറിയൻ ഇതിഹാസത്തിന്റെ ചില ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. 4 or 5 ഏഷ്യൻ ഭാഷകളിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഗ്രീക്ക് ഭാഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആദ്യകാലത്ത് ഗ്രീക്കുകാർക്ക് വിവർത്തനത്തോട് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. സ്വന്തമായ അവരുടെ ഭാഷയിൽ രചനകൾ നിർവഹിക്കുന്നതിനായിരുന്നു ഗ്രീക്കുകാർ ആദ്യകാലത്ത് ശ്രദ്ധിച്ചിരുന്നത്. എന്നാൽ റോമാക്കാരുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഗ്രീക്ക് സാഹിത്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയ റോമാക്കാർ ഗ്രീക്ക് ഭാഷ പഠിക്കുകയും ഗ്രീക്കിലുള്ള കൃതികൾ റോമിലേക്ക് വിവർത്തനം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ പിന്നീട് വിവർത്തനം കൂടുതൽ ഗൗരവമായിട്ട് സാധിച്ചത് അറബികളായിരുന്നു എന്ന് പറയാം. അപ്പൊ ഗ്രീക്ക് ഭാഷയിലുള്ള അറിവ് പകർന്നു തരുന്ന ഗ്രീക്ക് ഭാഷയിലെ വിജ്ഞാനവും തത്വചിന്തയൊക്കെ പകരുന്ന പുസ്തകങ്ങളെ അവർ അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. അപ്പൊ പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടലിന്റെയൊക്കെ കൃതികൾ അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. പിന്നെ ധാരാളം വൈദ്യശാസ്ത്രം, ജ്യോതിഷം, തർക്കശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കൃതികളും ഈ ഗ്രീക്ക് ഭാഷയിൽ നിന്ന് അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതായിട്ട് കാണപ്പെടുന്നു. അത് മാത്രമല്ല സുശ്രുത സംഹിത, ചരക സംഹിത, പഞ്ചതന്ത്രം, മഹാഭാരതത്തിന്റെ ചില ഭാഗങ്ങൾ എന്നിവയും അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. അപ്പം മറ്റുള്ള ഭാഷകളിലെ അറിവ് തങ്ങൾക്ക് ലഭിക്കണം എന്നൊരാഗ്രഹത്തോടെ അറബികളാണ് വിവർത്തനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയെന്ന് ലോകഭാഷയിൽ നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് നവോത്ഥാന കാലഘട്ടത്തിൽ, പുതിയ കാലഘട്ടത്തിൽ യൂറോപ്യൻ ഭാഷകൾക്ക് ശക്തി കൂടുതലായി. അപ്പൊ ശാസ്ത്രരംഗത്തെ കണ്ടുപിടുത്തങ്ങളും മറ്റും അവർ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. ആ പ്രോത്സാഹനം വിവർത്തനത്തെയും ബാധിച്ചു. അപ്പോൾ ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ അറിയാനും പങ്കുവയ്ക്കാനും ഒക്കെ ആയിട്ട് മറ്റു ഭാഷകളിലേക്കുള്ള വിവർത്തനങ്ങൾ ആവശ്യമായിട്ട് വന്നു. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ലോകം ഇന്ന് വരെ ആർജിച്ചെടുത്തിട്ടുള്ള വിജ്ഞാനത്തിന്റെ ഏറിയ പങ്കും വിവർത്തനത്തിലൂടെ നമുക്ക് ലഭിച്ചതാണെന്ന് പറയാം. അപ്പൊ ഇപ്പോഴത്തെ IT-യുടെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു സഹായത്തോടു കൂടി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്? വിവർത്തനം നിലച്ചാൽ ലോകത്തിന്റെ ഗതി തന്നെ നിലയ്ക്കും എന്നൊരവസ്ഥയിലേക്ക് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പൊ ഗൊയ്തെ ഒരു അഭിപ്രായം പറയുന്നുണ്ട്, വിവർത്തനത്തിന് ഒരുപാട് പോരായ്മകളുണ്ട് എങ്കിലും ഈ ലോകത്തിന്റെ സർവ്വപ്രധാനവും സമാദരണീയവുമായ ഒരു വിഷയമാണ് വിവർത്തനം എന്ന് ഗൊയ്തെ പറയുന്നു. ഇനി അടുത്തൊരു ചോദ്യം, വിവർത്തനം എന്തിന്? വിവർത്തനം എന്നാൽ എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന്റെ ഉത്തരവാണ്. അത് അണ്ടർലൈൻ ചെയ്യണം. ഒരു പദത്തിന്റെയോ വാക്യത്തിന്റെയോ ഗ്രന്ഥ സന്ദർഭത്തിന്റെയോ പുസ്തകത്തിന്റെ അർത്ഥം മറ്റൊരു ഭാഷയിൽ ആവിഷ്കരിക്കുന്നതാണ് നിഘണ്ടുവിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ എന്താണ് വിവർത്തനത്തിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയാം. വിവർത്തനം എന്ന വാക്ക് തന്നെ ഏതിൽ നിന്നുണ്ടായതാണ്? പ്രാചീന ഫ്രഞ്ചിൽ നിന്നുണ്ടായതാണ്. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ട്രാൻസ്ലേഷൻ എന്നാണ് ഇതിന് പദം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് മാറ്റുന്ന പ്രവൃത്തി എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം. ട്രാൻസ്ലേഷന് 3 ഘടകങ്ങൾ വേണം. 1, ഇതര ഭാഷയിൽ നമ്മൾ അതിനെ പ്രകാശിപ്പിക്കുന്നു. 2, മറ്റൊരു രൂപത്തിലാണ് നാം വിവർത്തനം പ്രകാശിപ്പിക്കുന്നത്. 3, വിശേഷാലുള്ള അർത്ഥം പ്രകാശിപ്പിക്കുന്നു. ഇത് 3ഉമാണ് ട്രാൻസ്ലേഷൻ എന്ന പദത്തിന് നിഘണ്ടുകാരൻ കൊടുത്തിരിക്കുന്ന അർത്ഥം. എന്നാൽ സംസ്കൃത ഭാഷ പണ്ഡിതന്മാർ ഭാഷാന്തരം അല്ലെങ്കിൽ ഭാഷാന്തരണം എന്ന വാക്കാണ് ട്രാൻസ്ലേഷന് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് മൂലഭാഷയിലെ ആശയം മറ്റൊരു ഭാഷയിലേക്ക് മാറ്റം ചെയ്യുക എന്നാണ് ഇതിന്റെ അർത്ഥം.
അറബിയിൽ നിന്ന് നമ്മുടെ മലയാളത്തിലേക്ക് വന്നൊരു വാക്കാണ് തർജുമ. വിവർത്തനം എന്ന അർത്ഥത്തിലാണിത് പ്രചാരം നേടിയത്. ഇനി ചില ഭാഷാശാസ്ത്രജ്ഞന്മാർ വിവർത്തനത്തിന് നൽകുന്ന ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻസിന് വരാം. അർത്ഥം നിലനിർത്തിക്കൊണ്ട് മറ്റൊരു ഭാഷയിലേക്ക് ആശയ വിവർത്തനം, അതായത് മൂലഗ്രന്ഥകാരനെ അതേപടി അതിശയിക്കുകയല്ല അനുസരിക്കുകയാണ് വിവർത്തകന്റെ കർത്തവ്യം എന്ന് പറയുന്നു സാമുവൽ ജോൺസൺ. ഇനി തിയഡോർ സാവാരി എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. വിവർത്തനം ഒരു കലയാണ്. ഇനി എറിക് ജാക്സൺ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കാം. വിവർത്തനം ഒരു കരകൗശലമാണ്. യൂജിൻ നിഡ പറഞ്ഞിരിക്കുന്നത് വിവർത്തനം ഒരു ശാസ്ത്രമാണ്. ഹോഴ്സ് പ്രിൻസ് പറഞ്ഞിരിക്കുന്ന വിവർത്തനം സർഗാത്മകമായ ഒരു കലയോ അനുകരണ കലയോ അല്ല, ഇതിന്റെ രണ്ടിനും മധ്യയാണ് അതിന്റെ നില. ഇനി MH സ്മിത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഷയിലെ അർത്ഥം കഴിയുന്നിടത്തോളം സംരക്ഷിച്ചുകൊണ്ട് മറ്റൊരു ഭാഷയിലേക്കുള്ള മാറ്റമാണ് വിവർത്തനം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. C. സ്റ്റാർട്ട് പറഞ്ഞിരിക്കുന്നത് സ്രോത ഭാഷയിലെ പാഠത്തെ ലക്ഷ്യഭാഷയിലെ സദൃശ്യമായ പാഠത്തിന് പകരം വയ്ക്കലാണ് വിവർത്തനം. NV കൃഷ്ണവാര്യരും ഏതാണ്ട് ഇതേ ഒരു ആശയം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സ്രോത ഭാഷയിൽ ആവിഷ്കരിക്കപ്പെട്ട ആശയങ്ങളെ കഴിയുന്നത്ര ഏറ്റക്കുറച്ചിൽ കൂടാതെ ലക്ഷ്യഭാഷയിലേക്ക് ആവിഷ്കരിക്കുന്നതാണ് വിവർത്തനം എന്ന് പറയുന്നു. ഇനി ഹരിവംശ റായ് ബച്ചൻ പറയുന്നത് ഭിന്ന ഭാഷകൾക്കിടയിൽ സൗഹൃദത്തിന്റെ പാലം പണിയുന്ന ഒരു കാര്യമാണ് വിവർത്തനം എന്ന് പറയുന്നു. സ്മിത്തിന്റെ ഡെഫിനിഷൻ എന്താണ്? വേവിച്ച സ്ട്രോബെറി പോലെ സ്വാദ് കുറഞ്ഞതാണ് വിവർത്തനം. മൂലകൃതിയാണ് ഏറ്റവും മനോഹരം. വേവിച്ച സ്ട്രോബെറി പോലെ സ്വാദ് കുറഞ്ഞൊരു വിഭവമാണ് വിവർത്തനം എന്ന് സ്മിത്ത് പറയുന്നു. മിനുത്ത പരവതാനിയുടെ പരുക്കൻ പ്രതലമാണ് വിവർത്തനമെന്ന് ക്രാച്ച് പറയുന്നത്. ഇങ്ങനെ വിവിധങ്ങളായ നിർവചനങ്ങളാണ് നമുക്ക് വിവർത്തനത്തെക്കുറിച്ച് ലഭിക്കുന്നത്. സ്രോത ഭാഷയും ലക്ഷ്യഭാഷയും എന്താണ് എന്നൊരു ചോദ്യം വരാം. അപ്പോൾ ഏതൊരു ഭാഷയിൽ നിന്നാണോ വിവർത്തനം ചെയ്യുന്നത് ആ ഭാഷയെ സ്രോത ഭാഷയെന്നും ഏത് ഭാഷയിലേക്കാണോ വിവർത്തനം ചെയ്യുന്നത് ആ ഭാഷയെ ലക്ഷ്യഭാഷയെന്നും പറയുന്നു. അപ്പം മലയാളത്തിലെ ഒരു കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുകയാണെങ്കിൽ മലയാള കൃതി സ്രോത ഭാഷയും വിവർത്തനം ചെയ്യപ്പെടുന്ന ഇംഗ്ലീഷ് ഭാഷ ലക്ഷ്യഭാഷയും ആണ്. അപ്പൊ എങ്ങനെയായിരിക്കണം ഈ രണ്ട് ഭാഷയിലേക്കുള്ള വിവർത്തനം നടക്കുമ്പോൾ ആ വിവർത്തനകാരൻ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ രണ്ട് ഭാഷകളിലും സ്രോത ഭാഷയിലും ലക്ഷ്യഭാഷയിലും പ്രാവീണ്യമുള്ളവരായിരിക്കണം വിവർത്തകർ. എന്നാൽ ഈ രണ്ട് ഭാഷയിലും പ്രാവീണ്യം ഉള്ളത് കൊണ്ട് മാത്രം വിവർത്തനം നന്നാകണമെന്നില്ല. ഭാഷയിലെ പ്രാവീണ്യം ഈ ഭാഷയുടെ ഒരു സൗന്ദര്യത്തെ നിലനിർത്താനേ സഹായിക്കൂ. എന്നാൽ കൃതിയുടെ സൂക്ഷ്മ സൗന്ദര്യം കണ്ടറിഞ്ഞ് സഹൃദയത്വത്തോടുകൂടി ആ കൃതിയുടെ ആശയം നമ്മുടെ ഭാഷയിലേക്ക് മറ്റൊരു ഭാഷയിലേക്ക് ആവിഷ്കരിക്കുകയാണ് മൂലഗ്രന്ഥകാരന്റെ മനസ്സറിഞ്ഞ് അതിനെ ആവിഷ്കരിക്കുകയാണ് വിവർത്തകൻ ചെയ്യേണ്ടത്. വിവർത്തകന് മൂലഗ്രന്ഥകാരന്റെ ഭാവപ്രതിഭയോട് സമ്മതിക്കത്തക്ക ഭാവന വേണം. രചനാ പ്രതിഭയോട് തോളത്ത് പോകുന്ന രീതിയിലുള്ള സരസ്വതി വിലാസവും വേണം എന്ന് മഹാകവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ പറയുന്നു. മാത്രമല്ല മൂലകൃതിയിലെ ഭാവങ്ങളും ആശയങ്ങളും വ്യക്തമായി ഗ്രഹിക്കാൻ കഴിയാതെ ഒരിക്കലും വിവർത്തനത്തിന് ഇറങ്ങി ചാടരുതെന്നും വൈലോപ്പിള്ളി പറയുന്നു. മൂലകൃതിയുടെ മർമ്മം ഗ്രഹിച്ച് അതിനെ നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ടിട്ട് വേണം വിവർത്തകൻ മറ്റൊരു കൃതിയിലേക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. ഇനി എന്താണ് വിവർത്തന രീതി എന്ന് നമുക്ക് നോക്കാം. വിവർത്തനം ഒരിക്കലും പദാനുപദമല്ല. ഒരു വാക്കെടുത്ത് അതിനെ മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുകയില്ല. ആശയങ്ങളാണ് മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനത്തിലേക്ക് വരേണ്ടത്. അപ്പൊ പദത്തിന് പദം പകരം പദം, വാക്യത്തിന് പകരം മറ്റൊരു വാക്യം എന്ന രീതിയിൽ ഒരിക്കലും വിവർത്തനം ചെയ്യരുത്. ആശയത്തിൽ ഊന്നിക്കൊണ്ടാകണം വിവർത്തനം ചെയ്യണം. അപ്പൊ അത് ഒരു ചോദ്യത്തിന്റെ ഉത്തരവും കൂടെയാണ്. വേണമെങ്കിൽ ഒരു ഖണ്ഡിക ഒരു പാരഗ്രാഫിനെ ഒന്നായിട്ട് നമുക്ക് വിവർത്തനം ചെയ്യാം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന മൂലഭാഷയുടെ വാക്യഘടനയായിട്ടും പദശൈലിയുമായിട്ടും ഒക്കെ ഒരു വ്യത്യാസം നമ്മുടെ വിവർത്തനത്തിന് ഉണ്ടാകാം. അപ്പൊ ദീർഘവാക്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മുറിച്ച് ഒന്നോ രണ്ടോ ചെറുവാക്യങ്ങളാക്കി എഴുതാം. അപ്പൊ ചില പദങ്ങൾ വിവർത്തനത്തിന് ക്ഷമമല്ലെങ്കിൽ അവയുടെ ആശയം നമുക്ക് നൽകാം. തത്തുല്യമായ ശൈലി നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ പൊരുൾ നമുക്ക് വിശദീകരിക്കാം. മലയാളത്തിൽ കർമ്മണി പ്രയോഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇംഗ്ലീഷിന്റെ രീതിയിൽ നമ്മൾ അത് ഉപയോഗിക്കേണ്ട ആവശ്യം മലയാളത്തിലില്ല. അപ്പൊ മൂലഭാഷയുമായി ബന്ധപ്പെട്ട സംസ്കാരവും സാമൂഹ്യ അവസ്ഥയൊക്കെ എപ്പോഴും ആരറിഞ്ഞു വെക്കണം? വിവർത്തകൻ അറിഞ്ഞു വെക്കണം. അപ്പോൾ വിവർത്തനം എന്താണ്, എങ്ങനെയായിരിക്കണം, ആശയത്തിനാണ് പ്രാധാന്യം. അപ്പോൾ ആ ഒരു പാരഗ്രാഫ് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറും കൂടെ ആണ്. പിന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കുറെ പ്രായോഗിക പരിശീലനം ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കുള്ള പാരഗ്രാഫുകൾ കൊടുത്തിട്ടുണ്ട്. അത് വിവർത്തനം ചെയ്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വായിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് വിവർത്തനം എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വേഗം നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ കുറെ പോയവും അല്ലെങ്കിൽ കുറെ ഗദ്യഭാഗങ്ങളും വിവർത്തനം ചെയ്യാനുള്ളത് ഇവിടെ നൽകിയിട്ടുണ്ട്, വിവർത്തനം ചെയ്ത് നൽകിയിട്ടുണ്ട്.
പിന്നെ ഇവിടെ ലേഖകൻ, ശൈലികൾ, ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവിലെ പദങ്ങൾ, പഴഞ്ചൊല്ലുകൾ എന്നിവ ഇതിനകത്ത് പറയുന്നുണ്ട്. വീണ്ടും കുറേ ഭാഗങ്ങൾ നമുക്ക് ട്രാൻസ്ലേഷൻ ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ അവസാന ഭാഗത്ത് സാങ്കേതിക പദ വിവർത്തനം എന്നുള്ള ഒരു ഭാഗം വരുന്നുണ്ട്. അതായത് ശാസ്ത്ര സാങ്കേതിക കൃതികളാണ് വിവർത്തനത്തിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അപ്പോൾ സർഗാത്മക കൃതികളിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ ശാസ്ത്ര സാങ്കേതിക കൃതികൾ. അപ്പോൾ ഇവ എന്തായിരിക്കും? വിജ്ഞാനപ്രദമായിരിക്കും, വെറും വിജ്ഞാനം മാത്രമായിരിക്കും ഇവ പകർന്നു തരുന്നത്. അപ്പോൾ അത് ഗണിതമാകാം, ജന്തുശാസ്ത്രമാകാം, ഭൗതിക ശാസ്ത്രമാകാം, ഇങ്ങനെ ധാരാളം മേഖലകൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള കൃതികളുടെ വിവർത്തനത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആ കൃതികൾ രചിച്ചിരിക്കുന്നത് തന്നെ സൂക്ഷ്മമായും നമുക്ക് അറിവ് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ ഇത്തരം കൃതികളിലെ അറിവുകൾ സൂക്ഷ്മമായി ഗ്രഹിച്ചതിന് ശേഷം മാത്രമേ നാം എന്ത് ചെയ്യാവൂ? വിവർത്തനത്തിന് മുതിരാവൂ. അല്ലാത്ത പക്ഷം ഇവ വിവർത്തനം ചെയ്യുമ്പോൾ വളരെ കഠിനമായി നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഏറ്റവും പ്രധാനം ശാസ്ത്ര സാങ്കേതിക കൃതികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ പ്രതിപാദ്യത്തിലെ ആധികാരികതയും കൃത്യതയുമാണ്. അപ്പോൾ ഇത് ലളിതവും സരളവുമായിട്ട് വേണം വിവർത്തനം ചെയ്യേണ്ടത്. സാമാന്യ വിദ്യാഭ്യാസം പോലും ലഭിക്കാത്തവർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം ശാസ്ത്ര സാങ്കേതിക കൃതികൾ വിവർത്തനം ചെയ്യേണ്ടത്. ഇനി രണ്ടാമതൊരു കാര്യം, ഇതിലെ ശാസ്ത്ര സാങ്കേതിക കൃതികൾ വിവർത്തനം ചെയ്യുമ്പോഴുള്ള മറ്റൊരു പ്രശ്നം സാങ്കേതിക പദങ്ങളുടെ സാന്നിധ്യമാണ്. ധാരാളം സാങ്കേതിക പദങ്ങൾ ശാസ്ത്ര സാങ്കേതിക കൃതികളിൽ ഉണ്ടാവും. അവയ്ക്ക് സദൃശമായ പദങ്ങൾ മലയാളത്തിൽ നിന്ന് കണ്ടെത്തുക പ്രയാസമാണ്. അങ്ങനെ ഒരു സാങ്കേതിക പദങ്ങളുടെ ഒരു നിഘണ്ടു പോലും നമുക്ക് ഭാഷയിൽ ഇല്ല എന്ന് പറഞ്ഞുകൂടാ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ ഒരെണ്ണം പുറത്തിറക്കിയിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പുതിയ ആശയങ്ങൾ നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ പുതിയ പദങ്ങൾ വേണം. ഇങ്ങനെ സൃഷ്ടിക്കുന്ന പദങ്ങൾ പക്ഷെ ആളുകൾക്ക് അത് മനസ്സിലാകണം എന്നുള്ളതാണ്. അപ്പം പദങ്ങൾ അല്പം ദീർഘിച്ചു പോയാലും സാരമില്ല, ആശയം നമുക്ക് വ്യക്തമായി ഗ്രഹിക്കാൻ കഴിയണം. അങ്ങനെയുള്ള കുറേ ഉദാഹരണങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾക്ക് വായിച്ചു നോക്കാം. പാഠഭാഗം നന്നായിട്ട് വായിക്കണം. അതായത് ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൂടെ കയ്യിൽ വെക്കുക. അങ്ങനെ മാർക്ക് ചെയ്ത് തന്നെ പോകുക. കാരണം മാർക്ക് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഇത് കാണാതെ തന്നെ പഠിക്കേണ്ടി വരും. പല ഈ സാഹിത്യകാരന്മാർ, ഭാഷാശാസ്ത്രജ്ഞരൊക്കെ പറഞ്ഞിരിക്കുന്ന നിർവചനങ്ങളൊക്കെ കാണാതെ പഠിക്കുക, എന്നാൽ മാത്രമേ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പറ്റൂ. മാത്രമല്ല ബാക്കിയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതണമെങ്കിലും പോയിന്റ്സുകൾ കാണാതെ പഠിക്കേണ്ടി വരും. ലേഖനങ്ങൾ പൊതുവെ വിരസങ്ങളാണ്, പക്ഷെ അറിവ് പകരുന്നവയാണ്. അതുകൊണ്ട് ദയവേത് നിങ്ങൾ പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് കൂടെ കയ്യിൽ വെക്കുക, മാർക്ക് ചെയ്ത് തന്നെ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.